നമസ്കാരം, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിന്ന് നിങ്ങളോട് പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം, നമ്മുടെ പ്രിയപ്പെട്ട നടൻ പൃഥ്വിരാജ് അഭിനയിച്ച ഒരു സിനിമ റിലീസായി കഴിഞ്ഞു. ചിത്രത്തിൻ്റെ പേര് നിങ്ങൾക്കെല്ലാം അറിയാം. വളരെ നല്ല നിലയിൽ ഓടുന്ന ഒരു ചിത്രമാണ്. ബ്ലസ്സി സംവിധാനം ചെയ്ത ആടുജീവിതം. നജീബ് എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ ജീവിതകഥയെ ആസ്പദമാക്കിയാണ് അതൊരു നോവലായി ആദ്യം പിറവിയെടുക്കുന്നു. സ്വന്തം ജീവിതം ഒപ്പം കുറേ വർഷങ്ങൾക്ക് ശേഷം ജീവിതകഥ വീണ്ടും ഒരു ദൃശ്യ വിസ്മയമായി വെള്ളിത്തിരയിൽ ഒരുക്കാനായി ബ്ലസ്സി ഒരുങ്ങുന്നു. അതിന് നജീബായി ജീവൻ കൊടുക്കാൻ പൃഥ്വിരാജും. ഇന്ന് നല്ല നിലയിൽ നല്ല രീതിയിൽ ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു ചിത്രമാണ് ആടുജീവിതം. ഒന്ന് ആലോചിച്ച് നോക്കണം, ഒരു മനുഷ്യൻ്റെ ജീവിതം ഇത്രയും ദുരിതം നിറഞ്ഞതാണെന്ന് അദ്ദേഹം പറഞ്ഞ് ആരാ വിശ്വസിക്കുന്നത്? അപ്പോൾ അത് ദൃശ്യമായി വന്നപ്പോൾ, സിനിമയായി വന്നപ്പോൾ കൂടുതൽ ആൾക്കാർ അറിയാൻ തുടങ്ങി. എല്ലാവരും നോവൽ വാങ്ങി വായിക്കണം എന്നില്ല, കഥ വാങ്ങി വായിക്കണം എന്നില്ല. സിനിമയാകുമ്പോൾ എല്ലാവർക്കും വളരെ പെട്ടെന്ന് 2 മണിക്കൂറോ 3 മണിക്കൂറോ കൊണ്ട് ഒരു മനുഷ്യൻ്റെ അല്ലെങ്കിൽ ഒരു ചരിത്രം മുഴുവനും ഒറ്റ രീതിയിൽ അറിയാൻ കഴിയും. അങ്ങനെ ഇരിക്കെ ഞാനിപ്പോൾ ഇതെന്തിനാണ് പറയുന്നത് എന്ന് ചോദിച്ചാൽ, ഈ അടുത്ത സമയത്ത്, അതായത് ഈ ആടുജീവിതം എന്ന സിനിമ ഇറങ്ങിയതിന് തൊട്ട് പിന്നാലെ ഒരു സ്ത്രീയുടെ ഒരു വീഡിയോ വന്നിരിക്കുന്നു. അതായത് അവർ ഇസ്രയേലിൽ നിന്നാണ് ഈ വീഡിയോ ചെയ്യുന്നത്. ആ വീഡിയോ മറ്റൊരു യൂട്യൂബർ എടുത്ത് അതിനെ കണ്ടൻ്റാക്കി ചെയ്തു. അങ്ങനെയാണ് ആ വീഡിയോ ഞാൻ കണ്ടത്. അപ്പോൾ അതിൽ അവർ പറയുന്ന ചില വാക്യങ്ങളുണ്ട്. അതായത് ഈ നജീബ് അവിടെ പോയി കഷ്ടപ്പെടാൻ തുടങ്ങുമ്പോൾ തനിക്ക് ഭാര്യ ഇല്ലാഞ്ഞിട്ട് മൃഗത്തിൻ്റെ കൂടെ ആണ് അദ്ദേഹത്തിൻ്റെ 2.5 വർഷക്കാലം എല്ലാം നടത്തിയത് എന്നാണ് അവർ പറയുന്നത്. അദ്ദേഹം മൃഗത്തിൻ്റെ കൂടെ തന്നെയാണ് ജീവിച്ചത്. കാരണം ഒരു മനുഷ്യനും ഇല്ലാതിരുന്ന ഒരു അവസരത്തിൽ മൃഗങ്ങൾ തന്നെയാണ് അദ്ദേഹത്തിന് ഉണ്ടായിരുന്നത്. അതിൽ യാതൊരു സംശയവുമില്ല. അദ്ദേഹം നമ്മുടെ സ്വന്തം നാട് വിട്ട് മറ്റൊരു നാട്ടിൽ പോയി അദ്ദേഹത്തിന് അനുഭവിക്കേണ്ടി വന്ന കഷ്ടതകൾ ആണ് ആ സിനിമയിൽ നിറഞ്ഞു നിൽക്കുന്നത്. നിങ്ങളൊന്ന് മനസ്സിലാക്കണം, ഈ സിനിമ കണ്ടവർ ഇറങ്ങുമ്പോൾ, തിയേറ്റർ വിട്ട് ഇറങ്ങുമ്പോൾ അവർക്ക് ആ സങ്കടം, ദുഃഖം താങ്ങാൻ സാധിക്കുന്നില്ല. അപ്പോൾ ആ നേരിട്ട് അനുഭവിച്ച ഒരു വ്യക്തി ഏത് തരത്തിലായിരിക്കും? ഒന്ന് ആലോചിച്ച് നോക്കൂ. ഈ സ്ത്രീക്കുള്ള മറുപടി ഈ സിനിമ കണ്ടവർ മറുപടി കൊടുക്കണം എന്നാണ് എൻ്റെ ഒരു എളിയ അപേക്ഷ. കാരണം അത്രയും മോശമായിട്ടാണ് അവർ പറയുന്നത്. പിന്നെ ഈ ഇവിടെയുള്ള അറബികൾ മറ്റ് രാജ്യത്ത് നിന്ന് ആൾക്കാരെ കൊണ്ടുവന്ന് ജോലി ചെയ്ത് അവർ പണം കൊടുക്കില്ല, അടിമപ്പണിയാണെന്ന്. എൻ്റെ പൊന്ന് മാഡം, നിങ്ങളൊന്ന് മനസ്സിലാക്കണം, നമ്മുടെ സ്വന്തം വീട് വിട്ടാൽ ആർക്ക് പണിയെടുത്താലും അത് അടിമപ്പണി തന്നെയാണ്. കാരണം അവർക്ക് ആവശ്യമുള്ള പണിയാണ് നമ്മൾ ചെയ്തു കൊടുക്കുന്നത്. അല്ലാതെ നമ്മുടെ ഇഷ്ടത്തിന് നമുക്ക് ആവശ്യമുള്ള പണിയല്ല അവർക്ക് ചെയ്യുന്നത്. അവർക്ക് എന്താണോ ആവശ്യം അത് നമ്മൾ ചെയ്തു കൊടുക്കുന്നു. അപ്പോൾ അടിമയും അത് തന്നെയാണ് ചെയ്തത്. ഉടമസ്ഥന് എന്താണോ ആവശ്യം അടിമ ചെയ്യുന്നു. രണ്ടും ഒന്ന് തന്നെയാണ്. ആലോചിച്ച് നോക്കൂ. നിങ്ങളൊരു സ്ഥലത്ത് വീട്ടിൽ നിന്ന് ജോലി ചെയ്തപ്പോൾ വക്കീലിന് കിട്ടുന്ന ശമ്പളം എനിക്ക് കിട്ടുന്നില്ല. നിങ്ങൾക്ക് എന്താണ് കിട്ടിയത്? നിങ്ങൾക്ക് കിട്ടിയത് നിങ്ങൾക്കുള്ളതല്ലേ? നിങ്ങളും അടിമപ്പണി ചെയ്തിട്ടല്ലേ ഈ കൂലി വാങ്ങിയത്. അല്ലാതെ നിങ്ങളുടെ സ്വന്തം വീട്ടിനകത്ത് ജോലി ചെയ്തിട്ട് നിങ്ങൾ കൂലി വാങ്ങിയതല്ലല്ലോ. മറ്റൊരാളിൻ്റെ വീട്ടിൽ ജോലി ചെയ്ത് നിങ്ങൾ കൂലി വാങ്ങി. ഇപ്പോൾ നിങ്ങൾക്കത് പുച്ഛമായി തോന്നുന്നു. കാരണം ഇപ്പോൾ സുവിശേഷം പറയുന്നു. സുവിശേഷം പറയുന്ന അതേ കൊണ്ട് തന്നെയാണ് മറ്റൊരു മതത്തിനെ അല്ലെങ്കിൽ മറ്റൊരു മതത്തിലെ ഒരു വ്യക്തിയെ വളരെയധികം ആദരവോടുകൂടി ലോകമെമ്പാടും ആദരിക്കുന്ന ഒരു വ്യക്തിയെ നിങ്ങൾ മോശമായി, വളരെ നികൃഷ്ടമായ രീതിയിൽ മോശപ്പെട്ട വാക്കുകൾ ഉപയോഗിച്ച് നിങ്ങൾ ഇടിച്ചു താഴ്ത്തി സംസാരിക്കാൻ നിങ്ങൾ മുതിരുന്നു. ഇതുകൊണ്ട് നിങ്ങൾക്ക് എന്താണ് ഉപയോഗം? അദ്ദേഹത്തിന് ഇത്രയും ഇടിച്ചു താഴ്ത്തി പറയുമ്പോൾ നിങ്ങൾക്ക് അതിൽ കിട്ടുന്ന ലാഭം എന്താണ്? നിങ്ങൾക്ക് സുവിശേഷം പറയുമ്പോൾ ഇതിൽ നിന്ന് ലാഭം കിട്ടും എന്ന് പറഞ്ഞാൽ ഇതിനെ നിങ്ങൾ ഇടിച്ചു താഴ്ത്തി പറഞ്ഞാൽ കൂടുതൽ കിട്ടും എന്നാണോ? ദൈവത്തെ സ്തുതിക്കുന്നതിന് പകരം ദൈവത്തിനെ നിന്ദിക്കുക എന്നുള്ളതാണ് നിങ്ങളുടെ സുവിശേഷം എന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ലാതെ ഒരിക്കലും നിങ്ങൾ പറയുന്ന സുവിശേഷം കേട്ട് പിന്നെ ആൾക്കാർ ദൈവത്തിലോട്ട് വന്നു കഴിഞ്ഞാൽ അവരുടെ കാര്യം കട്ടപ്പുകയാണ്. ഇവരുടെ ഈ പല വീഡിയോകളും ഞാൻ കണ്ടിട്ടുണ്ട്. പണ്ട് ഫേസ്ബുക്കിൽ ഇവർ പോസ്റ്റ് ചെയ്യുന്ന, കാരണം അന്ന് ജെറുസലേമിനെ കുറിച്ചും യേശു ക്രിസ്തുവിനെ കുറിച്ചും ഒക്കെ പറയുന്നത് കേൾക്കുമ്പോൾ കാണാൻ ഒരു കൗതുകം. കൊള്ളാം, നമുക്ക് നേരിട്ട് കണ്ടിട്ടില്ലാത്ത കാര്യങ്ങൾ ഒരു വീഡിയോയിലൂടെ ഒരു സ്ത്രീ പറഞ്ഞ് എല്ലാം കൃത്യമായി പറഞ്ഞ് ഫലിപ്പിക്കുന്നു, കണ്ടു. പക്ഷേ ഇപ്പോൾ തിരിച്ചു വരുമ്പോൾ, അതായത് കാലങ്ങൾ കഴിഞ്ഞ് വരുമ്പോൾ അവർക്ക് വിദ്വേഷം മനസ്സിൽ നിറയുന്നു.
ഇതിൻ്റെ അർത്ഥമെന്താ? ഇതുകൊണ്ടുള്ള ഉപയോഗം എന്താ? ഇസ്രയേലിൽ ഉള്ളവരെല്ലാം എന്തോ വലിയ ഭയങ്കര സംഭവമാണ്. അതുപോലെ എനിക്ക് നമ്മുടെ ജെറുസലേം ആൻറ്റിയോട് ചോദിക്കാനുള്ളത്, യുദ്ധത്തിന് പോകുമ്പോൾ മൃഗങ്ങളുമായി ശാരീരിക ബന്ധം പുലർത്താം എന്ന് പറഞ്ഞിട്ടുള്ള ആയത്ത് ഏതാണ്? ആ ആയത്ത് നമ്മുടെ ജെറുസലേം ആൻറ്റി ഒന്ന് പറഞ്ഞു തരണം. അതൊന്ന് എടുത്ത് വായിച്ചു നോക്കാനാണ്. കാരണം നമ്മൾ ഇതേവരെ അത് കണ്ടിട്ടില്ല. ജെറുസലേം ആൻറ്റി കണ്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ആയത്തിൻ്റെ പേരെന്താണെന്നും അത് ഏത് രീതിയിലാണ് ചെയ്തിരിക്കുന്നതെന്നും ഒന്ന് പറഞ്ഞു തന്നാൽ നമ്മളെടുത്തൊന്ന് വായിച്ചു നോക്കും. അതുപോലെ ലോകമെമ്പാടുമുള്ള അല്ലെങ്കിൽ ഗൾഫ് നാടുകളിലുള്ള എല്ലാ അറബികളും ദുഷ്ടന്മാരല്ല. 99% ആൾക്കാരും നല്ലവരാണ്. അവർ ആരെയും അങ്ങനെ കഷ്ടപ്പെടാതെ നമുക്ക് ജീവിക്കാൻ പറ്റുമോ? കഷ്ടപ്പെടാതെ അധ്വാനിക്കാതെ നമുക്ക് ജീവിക്കാൻ പറ്റുമോ? അതാണല്ലോ ഇപ്പം നിങ്ങൾ ചെയ്യുന്നത്. വെറുതെ ഒരു ക്യാമറ ഓണാക്കി വെച്ചിട്ട് കുറേ സുവിശേഷം പറയുക, യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുക, അതിൽ നിന്ന് കിട്ടുന്ന വരുമാനം കൊണ്ട് ജീവിക്കുക എന്നതാണല്ലോ. ഇപ്പോൾ വേറെ ജോലിയൊന്നും ഇല്ലേ? അത് ഇങ്ങനെ തന്നെ. ഇത് ഇങ്ങനെ ആളുകളെ ഇങ്ങനെ കുറ്റം പറഞ്ഞ് ജീവിക്കുകയാണോ ഇത് സ്ഥിരം പരിപാടി? അപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കണം, ലോകത്തുള്ള ഗൾഫ് രാജ്യങ്ങളിലുള്ള എല്ലാ മനുഷ്യരും ഒരുപോലെ അല്ല. അവർ പണ്ടത്തെ രീതിയല്ല. ഇപ്പോഴൊക്കെ ഒരുപാട് മാറിയിട്ടുണ്ട്. മനസ്സിലായില്ലേ? അത് നിങ്ങൾ നേരിട്ട് കാണാത്തത് കൊണ്ടാണ് നിങ്ങൾക്ക് ഇതറിയാത്തത്. പിന്നെ ഈ മദ്രസകളിൽ ഇങ്ങനെയൊക്കെ ആണുമായിട്ടുള്ള സംഭവങ്ങൾ നടക്കുന്നെന്നുള്ള വിവരം നമ്മുടെ ജെറുസലേം ആൻറ്റിക്ക് എങ്ങനെ അറിയാൻ കൃത്യമായിട്ട്? ആൻറ്റി അവിടെ പോയിരുന്നോ? അതേ നേരിട്ട് കണ്ടിട്ടുണ്ടോ? എന്താണ്? അതോ നിങ്ങൾ ഇതിന് കൂട്ടു നിന്നിട്ടുണ്ടോ? അതോ നിങ്ങൾക്ക് അങ്ങനെ ആരെങ്കിലും നിങ്ങൾക്ക് ആരെങ്കിലും പ്രപ്പോസൽ ചെയ്തോ ഇത്തരത്തിൽ? അല്ലെങ്കിൽ നിങ്ങൾ എന്തിനാണ് അങ്ങനെ ഒരു വാക്ക് ഉപയോഗിക്കുന്നത്? ഇതൊക്കെ വളരെ മോശപ്പെട്ട പരിപാടികളാണ്. ഇതൊന്നും ഇങ്ങനെയൊന്നും പാടില്ല. ഇവിടെ ജോലി ചെയ്യുന്നവർക്കൊക്കെ ശരിക്കും കൂലി കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് അങ്ങനെ സംശയമുണ്ടെങ്കിൽ തീർച്ചയായും ഇതേ ജോലി ചെയ്യുന്ന നല്ല അന്തസ്സോടു കൂടി അഭിമാനത്തോടു കൂടി ഞങ്ങൾക്ക് ഇന്നും ശമ്പളം കൃത്യസമയത്ത് തരുന്നവരാണ് അറബികൾ എന്ന് പറയുന്ന എത്രയോ പേര് നിങ്ങൾക്ക് വേണമെങ്കിൽ കാണിച്ചു തരാം. അവർക്ക് നിങ്ങളെ നേരിട്ട് കൊണ്ടൊന്നും കാണിക്കാൻ പറ്റില്ല. അപ്പോൾ അവരുടെ വീഡിയോകൾ ചെയ്ത് നിങ്ങളുടെ മുമ്പിൽ തരാം. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എങ്ങനെയാണെന്ന്. മനസ്സിലായില്ലേ? എല്ലാവരും അത്തരക്കാരല്ല. അവർക്ക് 3 നേരം കഴിക്കാനുള്ള ഭക്ഷണവും അവർക്ക് ടെലിഫോൺ കാർഡും മറ്റ് സൗകര്യങ്ങളും വണ്ടിയും എല്ലാം, കിടന്നുറങ്ങാൻ നല്ല വീടും ഒക്കെ വെച്ച് കൊടുത്ത് വെള്ളവും സർവത്ര സാധനവും, ഈ ആടായിരുന്നാലും ശരി ഒട്ടകമായിരുന്നാലും ശരി, അവർക്ക് ഒരു മാസത്തിൽ 15 ദിവസം കൂടുമ്പം സർവ്വ സാധനങ്ങളും ലോഡ് കണക്കിന് കൊണ്ടുവന്ന് കൊടുത്തിട്ട് പോകുന്ന ആൾക്കാർ നിരവധി പേരുണ്ട്. മാത്രമല്ല അവർ താമസിക്കുന്ന തൊട്ടടുത്ത് സ്ഥലങ്ങളിൽ സിറ്റിയോ മറ്റ് കടകളോ ഉണ്ടെങ്കിൽ നിരന്തരം പോയി സാധനം വാങ്ങാനുള്ള പൈസയും കൊടുക്കും. മനസ്സിലായില്ലേ? അപ്പോൾ അതൊന്നും കാണാതെ കേൾക്കാതെ നേരിട്ടൊന്നും അറിയാൻ വയ്യാതെ ആരെങ്കിലും പറയുന്നത് കേട്ടിട്ട് ജെറുസലേമിൽ ഇരുന്നുകൊണ്ട് ഇസ്രായേലിൽ ഇരുന്നുകൊണ്ട് ഇങ്ങനെ തള്ളരുത്. മനസ്സിലായില്ലേ? യാഥാർത്ഥ്യങ്ങളൊന്നും അങ്ങനെയല്ല. അദ്ദേഹത്തിന് ബുദ്ധിമുട്ടുണ്ടായി, ശരിയാണ്. അദ്ദേഹം പോയി 2.5 വർഷം ജീവിതത്തിൽ ആദ്യമായി മണൽക്കാടിൽ ചെന്ന് പെട്ടതോടുകൂടി അദ്ദേഹത്തിൻ്റെ സർവ്വ കൺട്രോളും പോയി. എന്ത് ചെയ്യാൻ പറ്റും? മറ്റു മനുഷ്യന്മാരില്ല, ആരുമില്ല. അദ്ദേഹം കഷ്ടപ്പെട്ട് ജീവിച്ചു, എങ്ങനെയോ അവസരം കിട്ടി, രക്ഷപ്പെട്ടു, പോയി. നാട്ടിൽ വന്നു മറ്റുള്ളവരടുത്ത് പറയുമ്പോൾ അതൊരു കഥയായി മാറുന്നു, അതൊരു ഒരു 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 ചിത്രമായി മാറുന്നു. അതിന് എന്തിനാണ് മൃഗങ്ങളുടെ കൂടെ ജീവിച്ച മുഹമ്മദിൻ്റെ വംശത്തിൽപ്പെട്ടവനാണ്, അതുകൊണ്ട് അവൻ അതേ ചെയ്യൂ. നിങ്ങൾ ഏത് വംശത്തിൽപ്പെട്ടവരാണ്? ജെറുസലേം ആൻറ്റി ഏത് വംശത്തിൽപ്പെട്ടവരാണ്? നിങ്ങൾ മറ്റൊരു പറയുന്ന വീഡിയോ ഉണ്ട്, ഞാൻ എൻ്റെ ഭർത്താവിനെ ഒഴിവാക്കിയെന്നൊക്കെ പറയുന്നവർ ചുമ്മാ പറയും അത് എനിക്കൊന്നുമില്ലാന്ന്. അപ്പോൾ അതിലോടുകൂടി എന്താണ് നിങ്ങളുടെ ചുറ്റുപാടും കാര്യങ്ങളൊക്കെ ആണെന്ന് മനസ്സിലായി കഴിഞ്ഞു. പിന്നെ ഇനിയുള്ള കാര്യം, ആൻറ്റി തന്നെ നിങ്ങളടുത്ത് പറയും. എനിക്കൊരു അപേക്ഷയുള്ളത്, എൻ്റെ പ്രേക്ഷകരോട് എനിക്കൊരു അപേക്ഷയുള്ളത്, ഇവർ പറയുന്ന ഈ വീഡിയോ നിങ്ങൾ പൂർണ്ണമായും കാണണം. ഇതിൻ്റെ സത്യസന്ധത മനസ്സിലാക്കണം. കാരണം നിങ്ങൾ ആണ് ഈ സിനിമ കണ്ടത്, നിങ്ങളാണ് ഈ കഥ വായിച്ചത്. അപ്പോൾ എവർക്കുള്ള മറുപടി നിങ്ങൾ വേണം കൊടുക്കാൻ. തീർച്ചയായും നിങ്ങൾ കൊടുക്കുമ്പോൾ അത് വളരെ വിലപ്പെട്ടതായിരിക്കും. ഞാൻ പറയുന്നതിനേക്കാൾ കൂടുതൽ നിങ്ങൾ വേണം എവർക്ക് മറുപടി കൊടുക്കാൻ. ഒരിക്കലും നിങ്ങളതിൽ യാതൊരു ഉപേക്ഷയും വിചാരിക്കരുത്, ഒരു മടിയും വിചാരിക്കരുത്. തീർച്ചയായിട്ടും നിങ്ങൾ എവർക്ക് വേണ്ടി കമൻറ്റുകൾ രേഖപ്പെടുത്തണം. എങ്കിൽ മാത്രമേ ഇവരിത് തീർച്ചയായും മനസ്സിലാവും. അപ്പോഴത്തേക്ക് അവർക്ക് അതിൻ്റെ സത്യസന്ധത മനസ്സിലാവും.
ഇതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. ഈ ജെറുസലേം ആൻറ്റി പറയുന്നത് എന്താണ് എന്ന് നിങ്ങളൊന്ന് കേട്ടു നോക്കൂ. ആടുജീവിതം എന്ന് പറഞ്ഞൊരു സിനിമ എടുത്തിരിക്കുന്നു, നിങ്ങൾ കണ്ടായിരുന്നോ? ആടുജീവിതം എന്നൊരു സിനിമ എടുത്തിട്ടുണ്ട്. ആ നജീബ് എന്ന് പറയുന്ന ഒരു മനുഷ്യൻ സൗദി അറേബ്യയിൽ പോയപ്പോഴത്തേക്കും അദ്ദേഹത്തിന്റെ 2.5 വർഷക്കാലമുള്ള ഒരു മരുഭൂമി ജീവിതത്തെ എടുത്തു വെച്ചിട്ടാണ് അത് സിനിമയാക്കി വെച്ചിരിക്കുന്നത് തന്നെ. പക്ഷെ നിങ്ങൾ അതിനകത്തൊരു കാര്യം മനസ്സിലാക്കിക്കൊള്ളണം, ആളുകളെല്ലാം അദ്ദേഹത്തിന്റെ മരുഭൂമി ജീവിതത്തെ വളരെ പ്രയാസത്തോടും കൂടിയും വളരെ വിഷമത്തോടു കൂടിയൊക്കെ അയ്യോ അദ്ദേഹം ഇങ്ങനെയൊക്കെ കഷ്ടം സഹിച്ചുവല്ലോ എന്നൊക്കെ ഓർത്ത് വിഷമിക്കുന്നു. അത് നമുക്ക് കേൾക്കുമ്പോഴും വിഷമം തന്നെയാണ് അദ്ദേഹത്തിന്റെ കഷ്ടത ഓർക്കുമ്പോൾ. കാരണം അറബികളുടെ നാട്ടിൽ പോയ ഒരു കാലത്തും അറബികൾക്കൊരു എന്താ പറയുന്നത് ഫ്രീഡത്തോടു കൂടി പണിയെടുക്കാൻ പറ്റില്ല. അവനൊരു അടിമയെ പോലെ തന്നെയാണ് പണിയെടുക്കേണ്ടത്. ഇപ്പോഴും അറബികളുടെ നാട്ടിൽ നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ അവരൊക്കെ ഫ്രീഡമാണെന്ന് പറഞ്ഞിട്ടല്ല. യഥാർത്ഥ ശമ്പളമല്ല അറബികൾ പണിയെടുക്കുന്നതിനനുസരിച്ച് കൊടുക്കുന്നത്. ഒരുവന്റെ ശമ്പളം എന്ന് പറയുന്നത് പോലും അറബികൾ പണിയെടുക്കുന്നതിന് തുല്യമായ ശമ്പളമല്ല കൊടുക്കുന്നത്. മറ്റു രാജ്യങ്ങളുടെ ശമ്പളം വെച്ച് നോക്കുമ്പോഴത്തേക്കും അറബികൾ ഇന്നും അടിമപ്പണി തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതായത് നമ്മുടെ നാട്ടിലെ സ്വാഭാവിക കൂലി എന്ന് പറയുന്നത്, കേരളത്തിൽ തന്നെ ഒരു മനുഷ്യൻ പണിയെടുത്തു കഴിഞ്ഞാൽ അവന്റെ സ്വാഭാവിക കൂലി എന്ന് പറയുന്നത് ഒരു മെക്കാട് പണിക്ക് പോകുന്നവനും 1000, 1200 കൂലി. പക്ഷെ ബംഗാളിൽ നിന്ന് വരുന്നവനെ നമ്മൾ കൊണ്ടുവന്ന് പണിയെടുപ്പിക്കുന്നത് എങ്ങനെയാണ്? 800 രൂപയ്ക്ക് പണിയെടുപ്പിക്കും. അതിന്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ അത് അടിമ വേലയെന്നാണ് അതിനർത്ഥം ഉദ്ദേശിക്കുന്നത്. കൂലി കുറച്ചു കൊടുത്തുകൊണ്ട് അതേ പണിയെടുപ്പിക്കുന്നു എന്നുള്ളത് അടിമത്വത്തെ കാണിക്കുന്ന ഒന്നാണ്. അപ്പോൾ കേരളക്കാർ ഇത് എവിടുന്നാ പഠിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവര് പഠിച്ചിരിക്കുന്നതും എവിടെന്നാ പഠിച്ചിരിക്കുന്നത്? ഈ അറബ് രാജ്യങ്ങളിൽ നിന്നുമുള്ള ഈ ഒരു പ്രവർത്തന രീതിയാണ് അവരും പഠിച്ചു വെച്ചിരിക്കുന്നത്. പ്രിയ സഹോദരങ്ങളെ, ഞാൻ ഇവിടെ പണിയെടുക്കുന്ന സമയത്ത് ഇവിടെയുള്ള വക്കീലന്മാര് ഞാൻ മുമ്പ് പണിയെടുത്ത വീട്ടിലൊരു വക്കീല പെങ്കൊച്ചുണ്ടായിരുന്നു. അവൾ എൻ്റെ സാലറി വെച്ച് ബേസ് ചെയ്തിട്ട് അവള് സംസാരിക്കുന്നതാണ്. ഞാൻ വക്കീലായിരുന്നിട്ട് പോലും എനിക്ക് നിന്റെ ശമ്പളം ഇല്ലെന്നാണ് അവള് പറയുന്നത്. പിടികിട്ടുന്നു നിങ്ങൾക്ക്? ഇവിടുത്തെ വക്കീലായിരുന്നിട്ട് പോലും അവക്ക് എൻ്റെ അത്രയും ശമ്പളം പോലും ഇല്ല എന്നാണ് അവൾ പറയുന്നത്. അപ്പോൾ ഒരു അടിമത്വമല്ല ഇസ്രായേലിൽ എന്ന് പറയുന്നത്. ഇതുപോലെ തന്നെയാണ് മിക്ക രാജ്യങ്ങളും. നിങ്ങൾ യൂറോപ്യൻ രാജ്യങ്ങളൊക്കെ പോയി കഴിഞ്ഞാൽ അവിടെയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ വലിയ ഓഫീസ് വർക്ക് ചെയ്യുന്നവരെക്കാളും ശമ്പളം കൂടുതലാണ് മറ്റ് കോർപ്പറേഷൻ വർക്കൊക്കെ ചെയ്യുന്നവർക്കെന്ന് പറയുന്നത്. പ്രത്യേകിച്ചും അവിടെ വേസ്റ്റ് എടുക്കുന്നവർക്കൊക്കെ എന്ന് പറയുന്നത് നല്ല ശമ്പളമാണ്. ഇവിടെ ഇസ്രായേലിലും അത് തന്നെയാണ് ശമ്പളം എന്ന് പറയുന്നത്. അപ്പോൾ ഈ സിനിമ ഇപ്പൊ ഭയങ്കരമായിട്ട് ആളുകൾ സംസാര വിഷയമാകുന്നു. സോഷ്യൽ മീഡിയയിൽ എവിടെ പോയാലും ഇപ്പോൾ ഈ സിനിമയുടെ വിഷയമാണ് സംസാര വിഷയമായി കൊണ്ടിരിക്കുന്നത് തന്നെ, ആടുജീവിതം എന്ന് പറഞ്ഞുകൊണ്ട്. പക്ഷെ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കിക്കണം, ഈ 2.5 വർഷക്കാലത്തെ ജീവിതത്തിനകത്ത് അദ്ദേഹത്തിന്റെ ബെന്യാമിന്റെ ആടുജീവിതം എന്ന് പറയുന്ന നോവലിനകത്ത് പറഞ്ഞിരിക്കുന്നതിനനുസരിച്ച് അദ്ദേഹം ആ ഭാര്യയെ ഓർത്തിട്ട്, അതായത് അവിടെ വെച്ച് തന്റെ ശാരീരികമായിട്ടുള്ള ഫ്രസ്ട്രേഷൻ തീർക്കാൻ വേണ്ടിയിട്ട് ഒരു പെണ്ണാടുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു, ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടിരിക്കുന്നു. പെണ്ണാടുമായിട്ടാണ് അദ്ദേഹത്തിന്റെ സ്ഥിരമായിട്ടുള്ള ശാരീരിക ബന്ധം എന്ന് പറയുന്നത്. അതായത് മൃഗഭോഗം. മുഹമ്മദ് കാമഭ്രാന്തന്റെ മതത്തിൽ നിന്നും ജനിച്ചു വളർന്ന മനുഷ്യനല്ലേ? അപ്പോൾ അദ്ദേഹത്തിന്റെ ജീവിതത്തെ അനുസരിച്ച് അത് സ്വാധീനിക്കുന്നു എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളണം. അദ്ദേഹം മൃഗവുമായിട്ട്, അതിനകത്തൊരു പെണ്ണാടുണ്ടായിരുന്ന പെണ്ണാടുമായിട്ടാണ് അദ്ദേഹം 2.5 വർഷക്കാലം മരുഭൂമിയിൽ കിടന്ന് ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടത്. ആ പെണ്ണാടിനൊരു കുഞ്ഞ് ജനിക്കുകയും ആ കുഞ്ഞിനെ നബീൽ എന്ന് അദ്ദേഹം പേരിടുകയും ചെയ്തിരുന്നു. മനസ്സിലായ? എന്നിട്ട് സ്വന്തം മോനെ പോലെയാണ് ആ പെണ്ണാടിനെ പ്രസവിച്ചിട്ട് ആണാടിനെ അയാൾ നോക്കിക്കൊണ്ടിരുന്നത്. അപ്പോൾ സത്യത്തിൽ ഇതൊക്കെ നമുക്ക് ചിന്തിക്കുന്നതിലും, അതായത് പ്രകൃതി വിരുദ്ധമായിട്ട്, നേച്ചറിന് വിരോധമായിട്ട് പ്രവർത്തിച്ച ഒരു ജീവിത സാഹചര്യമാണ് അദ്ദേഹത്തിനുണ്ടായത്. അദ്ദേഹത്തിന് അദ്ദേഹം എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു പ്രവൃത്തിയിലേക്ക് പോയത്? എന്തുകൊണ്ടാ? കാരണം അദ്ദേഹം വിശ്വസിച്ച് വെച്ചിരിക്കുന്ന ഒരു മതത്തിന്റെ ചിന്തയും പഠിപ്പിക്കലും ഈ കുഞ്ഞുനാളുകളിലെ മദ്രസകളിൽ ചെല്ലുന്ന സമയത്ത് മദ്രസകളിൽ ഉസ്താദുമാര് ഈ ആൺകുട്ടികളെ എടുത്തുപയോഗിക്കുന്നത് ശാരീരികമായിട്ടുള്ള ആണോട് ചേർന്ന് ബന്ധപ്പെടുന്ന രീതിയിൽ എണ്ണപ്രയോഗം നടത്തുന്ന വൃത്തികേടുകൾ കണ്ടു വളർന്ന മനുഷ്യന് പിന്നെ ഇങ്ങനെയല്ലാണ്ട് പിന്നെ എങ്ങനെ ചെയ്യാൻ തോന്നും? പ്രിയ സഹോദരങ്ങളെ, എനിക്കത് കേട്ടപ്പോൾ ഭയങ്കരമായിട്ട്, അതായത് ഒരു ഒരു മരുഭൂമിയിൽ ജീവിക്കുന്ന മനുഷ്യന്റെ ജീവിതവും യാതനയൊക്കെ നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. ആ ഒരു ആടുമായിട്ട് ബന്ധപ്പെടുന്ന ഒരു സ്ഥിരമായൊരു ജീവിതമൊക്കെ അത് മനുഷ്യ സമൂഹങ്ങളിലേക്ക് എത്തപ്പെടുന്നു. അത് കഥയായി മാറുന്നു. അതിനെ ആളുകൾ അദ്ദേഹത്തിനെ അങ്ങനെ ചെയ്ത ആ പ്രവൃത്തിയെ ഇപ്പൊ എന്ത് ചെയ്യാൻ പറ്റും? അതിനെ സിമ്പതിയോടുകൂടി കാണുന്നു. ഇതൊക്കെ എങ്ങനെ നമുക്ക് സമൂഹത്തിൽ അംഗീകരിക്കാൻ പറ്റും? പ്രിയ സഹോദരങ്ങളെ, നിങ്ങൾ ചിന്തിന് പോകുന്ന സമയത്ത് പണ്ട് മുഹമ്മദ്
കാമഭ്രാന്തന്റെ മതത്തിൽ യുദ്ധത്തിന് പോകുന്ന സമയത്ത് എന്തുവാ സ്ത്രീകളില്ലാതെ വന്നപ്പോഴത്തേക്കും മൃഗത്തിന്റെ കൂടെ ഭോഗിക്കുവാനായിട്ട് ആയത്തിറക്കി കൊടുത്തിയാ, അവര് അനുവാദം പറഞ്ഞു കൊടുത്തതാ. മനസ്സിലായോ? ഒട്ടകത്തിന്റെ കൂടെയും ഭോഗിച്ചിട്ടുണ്ട് നമ്മുടെ മുഹമ്മദ് കാമഭ്രാന്തൻ. അപ്പോൾ ഇതാണ് നമ്മുടെ ജെറുസലേം ആൻറ്റിയുടെ പ്രത്യേകതകൾ എന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഇത്തരത്തിലുള്ള പരാമർശങ്ങളാണ് ഇവർ മറ്റ് മതക്കാരെക്കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഈ വാ കൊണ്ടാണ് ഇവർ സുവിശേഷം പറയുന്നത്, ഈ വാ കൊണ്ടാണ് ദൈവത്തെ സ്തുതിക്കുന്നത്, ഈ വാ കൊണ്ടാണ് അവർ ഭക്ഷണം കഴിക്കുന്നത്, ഇതേ വാ കൊണ്ട് തന്നെയാണ് മറ്റുള്ളവരെ നല്ലതെന്നും പറയുന്നത്. കാരണം ഇവർ ശീലിച്ചു പോയ കാര്യങ്ങൾ ഇതാണ്. കാരണം അവർക്ക് മറ്റൊരാളിനെ ഇടിച്ചു താഴ്ത്തി പറയുക, ഒരു മറ്റൊരു സമുദായത്തെ ഇടിച്ചു താഴ്ത്തി പറയുക, മറ്റൊരു മതത്തെ മോശമായി ചിത്രീകരിക്കുക, അതുവഴി ഇവർക്ക് സാമ്പത്തിക ലാഭം നേടുക എന്നത് തന്നെയാണ് ഇവരുടെ ലക്ഷ്യം. കാരണം ഇവർ ഇതുപോലെ പറഞ്ഞു നടക്കുന്ന വേറെയും ചില ടീമുകളുണ്ട്. അവരെ കൂട്ടത്തിലും അവരെ ഗണത്തിലും ഇവരെയും പെടുത്താം. അങ്ങനെ ഇവരെ കാണാൻ പറ്റൂ. സത്യസന്ധമായി പറയുന്ന ഒരു വ്യക്തിയാണെങ്കിൽ തീർച്ചയായിട്ടും ഇത്തരം കാര്യങ്ങൾ, സത്യസന്ധത മനസ്സിലാക്കിയിട്ട് പറയുന്ന ഒരു വ്യക്തിയാണെങ്കിൽ തീർച്ചയായും ഇത്തരം കാര്യങ്ങളൊന്നും പറയില്ല. ഇവർക്ക് വേണ്ട മറുപടി നിങ്ങൾ തീർച്ചയായും കൊടുക്കണം. ഈ സിനിമ കണ്ടിറങ്ങുന്നവർ ഓരോരുത്തരും ഇവർക്ക് കൊടുക്കുന്ന മറുപടി ഇതായി, ഇവർക്ക് എന്ത് മറുപടി കൊടുക്കും എന്ന് കണ്ട് നമ്മൾ അറിയേണ്ടതായിട്ടുണ്ട്. നിങ്ങൾ തീർച്ചയായും ഇവർക്കുള്ള മറുപടി എഴുതണം. അതിന് നിങ്ങൾ മടി കാണിക്കരുത്. തൽക്കാലം ഞാൻ ഈ വീഡിയോ ഇവിടെ നിർത്തുകയാണ്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.